ഇപ്പൊ ഷാക്കിർ സമയം കളയാൻ വേണ്ടി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇബിലീസിനെ പോലെ അവിടെ നൊഴിഞ്ഞു കയറി പറയണോ? ചെയ്യാൻ വേണ്ടി ഇബിലീസിനെ പോലെ അവിടെ നൊഴിഞ്ഞു കയറി പറയണോ? അവനറിയില്ല അത്ര എന്റെ പാർട്ടി ഞാൻ ആരോ വന്ന് സംസാരിക്കണം. അവന്റെ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നതിന് മുമ്പേ ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയ പാർട്ടിന്റെ ദേശീയ ഉപാധ്യക്ഷയാണ് ഞാൻ. സെക്യൂർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ വിട്ട് തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ കന്യാകുമാരി എത്തിയാൽ മുസ്ലിം ലീഗ് എന്താ ചോദിച്ചാൽ ഒരു തീവ്രവാദി സംഘടന മുസ്ലിം ലീഗ്. ചുമ്മാതല്ല ഇയാൾ എങ്ങനെ ആയിപ്പോയത്. RSS എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? RSS രാഷ്ട്രീയ സ്വയം സേവൻ, രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. എന്താണ് ഭീകരവാദവും മതവും കൂട്ടിക്കലർത്തുന്ന മുസ്ലിം ലീഗിൽ ഇരുന്നിട്ട് ഷാക്കിറിന് ഇത്ര അഹങ്കാരത്തോടെ അവൻ ഈ രാജ്യത്തിന്റെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരെ പറ്റി സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത്? നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇവരൊന്നും ഒറ്റക്കുള്ള ധൈര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ആഗോള തലത്തിലുള്ള പാൻ ഇസ്ലാമിക് ജിഹാദികൾ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ ഞാൻ ആരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയല്ലേ? ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. എന്നെ വിമർശിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നെയോ എന്റെ പാർട്ടിയെ വിമർശിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ വിമർശിച്ചോ, എന്റെ പാർട്ടിയെ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പറയാത്തത് പറയല്ലേ? നീ വലിയ മാന്യനാവണ്ട. നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന വലിയ പാർട്ടിയാണ്. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാൻ പോകല്ലേ? ഇത് ഇവിടെ ഭയങ്കര ഇറങ്ങാൻ പോയി. ഞങ്ങൾ ആളെ കൊണ്ട് ഇവിടെ ബ്ലോക്കാണ് ഭയങ്കര. ഷാക്കിർ സംസാരിക്കുമ്പോൾ ഇവിടെ ആരും സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? വളരെ കൃത്യമായ നിയന്ത്രിച്ചുകൊണ്ട് ഷാക്കിറിന്റെ പറയാനുള്ള അവസരം ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നുസ്രത്ത് ജഹാൻ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. പ്ലീസ്, ഒരു ജനാധിപത്യ മര്യാദയൊക്കെ ആകാം നമുക്ക്. ഷാക്കിർ ഇവിടെ പറഞ്ഞു BJPയുടെ ആളും മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ടുള്ള ആള്, ബാക്കി രണ്ടാളും എവിടുന്നോ വഴിപെറുക്കികളാണെന്നാണ് ഷാക്കിർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഷാക്കിർ ആ പറഞ്ഞ സമയത്ത് ഷാക്കിറിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നു? ഷാക്കിറിന്റെ ഈ ഒരു വലിയ ബോധം എവിടെ പോയി? അപ്പൊ ആ തരത്തിലുള്ള മോറൽ ഹൈ ഒക്കെ അത് വീട്ടിൽ വെച്ചാൽ മതി. അത്തരം ജിഹാദി ജനാധിപത്യ മര്യാദയാണോ? ആ മര്യാദ നിങ്ങൾ കാണിക്കും. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ വർഗീകരിക്കുന്നത്, അതാണ് ഏലിയനേഷൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ. അതാണ് നിങ്ങളുടെ ഏലിയനേഷൻ, അതാണ് ഫാസിസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയ ആദർശം പറയട്ടെ. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആരുടെയെങ്കിലും ടൂൾ ആകാൻ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും ടൂളല്ല, നമ്മൾ നമ്മളുടെ സ്വന്തം സ്ക്രൂ ഡ്രൈവറാണ്. ഇതേപോലെയുള്ള ഹാലിളകി വരുന്ന ജിഹാദികളുടെ നട്ടിളക്കുന്ന സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ. ഓക്കെ, ഇതുപോലെ ഒത്തിരി കണ്ടിട്ടുള്ളവനാ ഞാൻ. അതിനിപ്പോ ആരുടെയും ടൂളാവേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കയ്യിൽ സ്വന്തം കയ്യിലിരിക്കുന്ന സ്ക്രൂ ഡ്രൈവറാണ്. ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം എന്നുള്ള പേര് വെച്ച് നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അതേ പറയാൻ പറ്റൂ. നിങ്ങളും ജനാത്ത് ഇസ്ലാമിയേ ഉള്ളൂ, വേറെ ഒരു പാർട്ടിക്കാരും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലോ തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. അതേ ഉള്ളൂ. പിന്നെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മേലെ ഇന്ത്യന്റെ രാജ്യത്തിന്റെ ദേശീയ പതാക അഴിച്ചു മാറ്റിക്കൊണ്ട് കൊടി തൂക്കിയതിലുള്ള ഒരാളല്ലേ ഈ ഷാക്കിർ. എന്റെ ഭാരത മാതാവേ, നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. ആ ഷാക്കിറിന് ഇതൊക്കെ പറയാൻ പറ്റൂ. ഷാക്കിർ ആ കേസിലുണ്ടായിരുന്നില്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷം അകത്ത് കിടക്കേണ്ടി വരും അല്ലേ വക്കീൽ സാർ? പതാക അഴിച്ചു മാറ്റി തോന്നിയാസം പറയരുത്. ഒരു മിനിറ്റ് തോന്നിയാസം പറയരുത്. ഞാൻ വെല്ലുവിളിക്കണേ. അത്തരം ഒരു ഇത് ജനം ടിവിയിൽ വെച്ച് ആളുകൾ കാണുന്ന മുറക്ക് ഇത് നിയമവിരുദ്ധമാണ്, അപവാദമാണ്, തോന്നിവാസമാണ്. കേസ് കൊടുക്ക്, പ്രശ്നം കേസ് ഞാൻ വെല്ലുവിളിക്കാണ്. എന്നെ വ്യക്തിപരമായി പരാമർശിച്ചതാണ്. നുസ്രത്തിനോട് ചോദ്യം ചോദിക്കട്ടെ.
അല്ല, നുസ്രത്ത് ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. നീലിമ, വ്യക്തിപരമായി ഇല്ലാ കഥ പറഞ്ഞതിന് എനിക്ക് അവസരം തരണം. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അതൊരു മര്യാദയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംഘീന്നൊക്കെ വിളിച്ച് തുടങ്ങി ജിഹാദി വിളി തിരിച്ചു കേട്ടത് നിങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ടല്ലേ? ഷാക്കിർ, അപ്പൊ ഒന്ന് അടങ്ങിയിരിക്കും. ഷാക്കിർ ഒന്ന് അടങ്ങിയിരിക്കും. എടാ സ്റ്റാനിസ്ലാവ്സ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ പറയട്ടെ. ഒരു മിനിറ്റ് തുടർന്നോട്ടെ, നുസ്രത്ത് തുടർന്നോട്ടെ. ഒരു മിനിറ്റ് നുസ്രത്ത് തുടർന്നോട്ടെ. എനിക്ക് ഒരു മിനിറ്റ് സമയം തന്നാൽ മതി. നുസ്രത്ത് തുടർന്നോട്ടെ. എനിക്ക് ഇയാളോട് നാല് വർത്താനം പറയാൻ എന്താ പറയാണെന്ന് വെച്ചാ പറ. ഒരു മിനിറ്റ് ഒന്ന് അനുവദിക്ക്. പറയൂ. ഇവിടെ എല്ലാവരും സൈലന്റ് ആയിരിക്കുകയല്ലേ? ഇയാളൊരു മാതിരി താങ്കൾ പറയൂ പെട്ടെന്ന്. വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇപ്പൊ നുസ്രത്ത് ജഹാൻ പറഞ്ഞൊരു സംഗതി, നുസ്രത്ത് ജഹാൻ എവിടുന്നോ ഒരു തെറ്റായ വിവരം കിട്ടിയിട്ടുണ്ട്. നുസ്രത്ത് ജഹാനെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇപ്പൊ കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ, ഒരു മിനിറ്റ്, കരിപ്പൂർ എയർപോർട്ടിന് മുകളിൽ ദേശീയ പതാക അഴിച്ചു മാറ്റിയോ മാറ്റാതെയോ മുസ്ലിം ലീഗിന്റെ കൊടി ഞാൻ കെട്ടിയെന്നാ പറഞ്ഞത്. വെല്ലുവിളിക്കണേ നുസ്രത്തിനെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? നുസ്രത്ത് എവിടേക്ക് എന്തൊക്കെ കെട്ടി എന്നുള്ളത് എനിക്ക് ഇതുവഴി പറയാൻ വയ്യ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ വെല്ലുവിളിക്കണേ. ഞാൻ ഇത് നിങ്ങൾ ഒരു പൊതുമാധ്യമത്തിലാണ്. വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. മാനസിക വിഭ്രാന്തി മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ആ വിഷയത്തിലേക്ക് വരൂ. അല്ല, പറ്റില്ല, അത് പറ്റില്ല, അത് ശരിയല്ല. ഇത് ഒന്നുകിൽ തിരുത്തണം അല്ലെങ്കിൽ അംഗീകരിക്കണം. ഷാക്കിർ, ഇത് മനസ്സിലായി. ഒന്നുകിൽ നുസ്രത്ത് തിരുത്തണം അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടെ തരാം. നീ ഒന്ന് പോണോ ചേർക്കാം. താങ്കൾക്ക് മറുപടി പറയാതിരിക്കാൻ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, വ്യക്തിപരമായി എല്ലാ കഥകൾ പറയുന്നത് അത് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് പോയാട്ടെ മാഷ, ആളെ സ്വീപ്പാക്കാതെ. ഈ ചാനൽ ആളുകൾ കാണൂലേ? ഇത് റെക്കോർഡല്ലേ? അല്ലല്ലോ, നീയല്ലേ വ്യക്തിപരമായിട്ട് പറഞ്ഞ സാക്കിറെ, എന്റെ പാർട്ടി നിനക്ക് അറിയില്ല, എവിടുന്നോ വലിഞ്ഞു ഞാനും കാരണന്മാർക്ക് അടുപ്പിലും തൂറാം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് പറയുന്നു, ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇതെന്ത് പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി? അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്നാണോ? കരിപ്പൂർ അങ്ങനെ ദേശീയ പതാക സ്ഥാപിച്ചിട്ടില്ല. ഇപ്പൊ ഷുവറായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. നീലിമക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അവതാരക എന്നുള്ള നിലയ്ക്ക് നീലിമക്ക് ഉത്തരവാദിത്തമുണ്ട്. വളരെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ ഷാക്കിർ? പറയില്ല, അവൻ പറയില്ല. ഷാക്കിർ, അങ്ങനെ ഒരു സംഭവം കരിപ്പൂർ എയർപോർട്ടിൽ നടന്നിട്ടില്ലേ? അങ്ങനെ ഒരു കൊടി കെട്ടിയ ആളാണ് ഞാൻ എന്നാണ് കേട്ട. ഒരു മിനിറ്റ്, നീലിമ കേൾക്കുന്നുണ്ടോ? എന്നെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. തീരാവുന്ന പ്രശ്നമുള്ളത്. ഇത് സമയത്ത് എങ്ങനെ കളയരുത്. പുതിയ ടെക്നിക്കാ. അങ്ങനെ കളവ് പറഞ്ഞു പോകാൻ പാടില്ലോ. അതെന്ത് പരിപാടിയാണ്? ഒരു കാര്യം ഉറപ്പാണ്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞത് നിയമപരമായി നേരിടും. ഒരു സംശയം വേണ്ട. പിന്നെ പുളുത്തും നിയമപരമായിട്ട് പോകും. രാജ്യത്തിനോടുള്ള സ്നേഹം മുസ്ലിം ലീഗ് അല്ലെന്നേ. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ നിൽക്കാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഹുസൈനെ അറിയാത്ത നീ ഏത് മലയാളിയാടാ? ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അല്ല, നിങ്ങൾ രണ്ടാളും വലിയ കമ്മിറ്റിയിലെ ആൾക്കാരാ. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ പോകുന്ന ആൾക്കാരല്ലേ? അനുവദിക്കൂല. ഇന്ത്യന്റെ അങ്ങേയറ്റം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള രാജ്യത്തിന് ഇനി ഹമാസിനെ കൊണ്ടുവരാനും വളർത്തി കൊണ്ടുപോകാനൊന്നും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒന്നും ഇനി ഈ രാജ്യത്തെ സേവിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക അനുവദിക്കൂല. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി?